ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ നാടായിട്ടുള്ള ബാലത്തിൽ പുറായ, അതുപോലെ അടുത്ത അങ്ങാടിയായിട്ടുള്ള നീർട്ടിക്കൽ, മുണ്ടംപറമ്പ് 3 അങ്ങാടികൾ രാത്രിയിലുള്ള കുറച്ച് കാഴ്ചകൾ നമ്മൾ കാണിക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിവിടെ ഇടത്തെ സൈഡിലായിട്ട് ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ട്. ഒരുപാട് ഫ്രൂട്ട്സ് കടകളും മറ്റൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. 24 മണിക്കൂറുള്ളൊരു ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഗുലാൻ തട്ടുകട, പേരൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഫാർമസി, ഒരുപാട് ബാങ്ക് സമുച്ചയങ്ങൾ, പേരെടുത്ത മൊബൈൽ ഷോപ്പുകൾ, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളും ഒക്കെ അടങ്ങുന്നതാണ് എൻ്റെ നാട് കേട്ടോ. അതുപോലെ ഇവിടുത്തെ നിസ്കാര പള്ളിയാണ് നമ്മുടെ ഇടത്തെ സൈഡിൽ കാണുന്നത്. പേരെടുത്ത ഹോട്ടൽ മദീന ഉണ്ട്, സുരയ്യ ബേക്കറി ഉണ്ട്, അതുപോലെ തന്നെ ABH മാള് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗ്രേസ് മാള് കാണാൻ കഴിയുന്നുണ്ട്. ഫെഡറൽ ബാങ്ക് ഒക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ മറ്റൊരു പേരെടുത്ത ഹോട്ടലായിട്ടുള്ള അസീറത്തുൽ അമാനയും മറ്റൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ പോവേണ്ടതായിട്ടുള്ളത് അടുത്ത അങ്ങാടിയായിട്ടുള്ള നീരുട്ടിക്കൽ ലക്ഷ്യമാക്കിയിട്ടാണ്. അപ്പോൾ ഇനി നീരുട്ടിക്കൽ അങ്ങാടിയിലോട്ട് പോകുന്നതിന് മുന്നോടിയായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നൊരു ഹോട്ടലാണ് ഹോട്ടൽ ഫർസ് കേട്ടോ. അത്യാവശ്യം മഞ്ചേരിയിലൊക്കെ പേരുള്ള ഒരുപാട് ഹോട്ടലുകളാണ്. അതുപോലെ ലിയോ, അതുപോലെ ഹെവൻ ബേബി കെയർ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നീരുട്ടിക്കൽ വെച്ച് കാണാം അല്ലേ. ലെസ്കോ ഹംസാഖാൻ്റെ വണ്ടി കച്ചവടം കാണാം കേട്ടോ. ലെസ്കോ പറ്റുക നീരുട്ടിക്കൽ. കുറച്ച് ഫ്രൂട്ട്സ് കച്ചവടക്കാരെ കാണാം. ഇവർ പകലും ഉണ്ടാവും. അതുപോലെ ഇവിടെ ഒരു കച്ചവടക്കാരൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ കീശ്ശേരി യൂസ്ഡ് കാർ കേട്ടോ. നീരുട്ടിക്കൽ എത്തുന്നതിന് മുന്നായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് കീശ്ശേരി യൂസ്ഡ് കാർ. ഒരുപാട് സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് കാറുകളൊക്കെ കാണാം. അതുപോലെ മുട്ടിപ്പടി നെയ്ച്ചോറ്, പ്രസിദ്ധമായിട്ടുള്ള മലപ്പുറം മുതൽ ഒരുപാട് ബ്രാഞ്ചുകളും മറ്റൊക്കെ ഉള്ള ഒരു വലിയൊരു സംഭവമാണ് നമ്മുടെ മുട്ടിപ്പടി നെയ്ച്ചോറ്. നീരുട്ടിക്കലിലെ മദ്രസയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിൻ്റെ പേര് ഇപ്പോൾ വായിക്കാൻ കഴിയുന്നില്ല. എന്തായാലും നമുക്ക് നീരുട്ടിക്കൽ അങ്ങാടിയിലോട്ട് പ്രവേശിക്കാനിരിക്കുകയാണ്. ഇതാ നമുക്ക് രാത്രിയിൽ ഇവിടെ കാണാം. എൻ്റെ ഈ കയ്യിലായിട്ടാണ് ഈ നീരുട്ടിക്കൽ അങ്ങാടി എന്ന ബോർഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നീരുട്ടിക്കൽ അങ്ങാടിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ കടകളും മറ്റൊക്കെ നമുക്ക് കാണാം. പലചരക്ക് കടകളും അതുപോലെ ചപ്പാത്തി കമ്പനികൾ, നമുക്ക് ഇടത്തെ സൈഡിലായിട്ട് തന്നെ ഇവിടുത്തെ പള്ളിയും മറ്റൊക്കെ കാണാം. അതുപോലെ അൽമദീന മിനി മാർക്കറ്റ് ഉണ്ട്. അതുപോലെ ചെറിയ ചെറിയ ഹോട്ടലുകളും മറ്റൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഏരിയയാണ് നമുക്ക് നീരുട്ടിക്കൽ എന്ന് പറയുന്ന ഈ കുഞ്ഞ് അങ്ങാടിയിൽ നമുക്ക് പരിചയപ്പെടുത്തി തരാനുള്ളത് കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ടൗൺ. ഓക്കെ, സ്ഥലത്തെത്തിരിക്കട്ടോ. അവിടെ ചെറിയൊരു ചായക്കട, പിന്നെ ചെറിയൊരു മാർബിളിൻ്റെ ഷോപ്പ്, ചെറിയ 1-2 കടകൾ, അവിടുത്തെ വലത്തെ സൈഡിലായിട്ട് ഇവിടുത്തെ പള്ളി, ചെറിയ ചെറിയ കടകൾ. നമുക്ക് ഇടത്തെ സൈഡിലായിട്ട് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽ ഞായറാഴ്ച അടവാണ്. തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുണ്ടംപറമ്പ് എന്ന് പറയുന്ന അങ്ങാടിയിലോട്ടാണ്. ലെറ്റ്സ് ഗോ ടു മുണ്ടംപറമ്പ് ആൻഡ് സീ വാട്ട് ഈസ് ഗോയിങ് ഓൺ ദെയർ. ഓക്കെ, എങ്കിൽ അത് വളരെ മോശം. ഇവിടെ തന്നെ ഒരുപാട് കാർ വേൾഡ്, അതുപോലെ തന്നെ KBR മോട്ടോഴ്സ്, അതുപോലെ ഇവിടുത്തെ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള നയാര പെട്രോൾ സ്റ്റേഷൻ ഉണ്ടാവും. ഇവിടെ അധിക സമയം പെട്രോൾ ഉണ്ടാവാറില്ല. അതുപോലെ നമുക്ക് വലത്തെ സൈഡിലൂടെ ആ ഓട്ടോറിക്ഷ വരുന്ന ബൈക്കിലൂടെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അൻസാർ, മുണ്ടംപറമ്പിൻ്റെ പേര് തന്നെ ഏറ്റവും അറിയപ്പെടാൻ കാരണമായിട്ടുള്ള അൻസാറും മറ്റൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ മുണ്ടംപറമ്പ് അങ്ങാടിയിൽ എത്തിയിരിക്കുകയാണ് മക്കളെ. ഇവിടെ ഒരു ചക്കരട്ടായിൻ്റെ കടയും മറ്റൊക്കെ നമുക്ക് കാണാറുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ മുണ്ടംപറമ്പ്. കുഞ്ഞു കുഞ്ഞു ഹോട്ടലുകൾ, കുഞ്ഞു കുഞ്ഞു കടകൾ, ചെറിയ സ്റ്റേഷനറി കടകൾ, പലചരക്ക് കടകൾ, അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു കുഞ്ഞു അങ്ങാടി. പക്ഷേ സംഭവം കുഞ്ഞു അങ്ങാടിയാണെങ്കിലും മുണ്ടംപറമ്പുകാർ പൊളിയാണ്ട്. കാരണം ഫൈവ്സിലെ ഒരുവിധപ്പെട്ട ഗ്രൗണ്ടിലൊക്കെ ഇവർ കളിക്കാറുണ്ട് എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. ഇവിടെ നമ്മളെ സ്ക്രാപ്പിൻ്റെ കടകളും പൊളി മാർക്കറ്റ് പോലുള്ള സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് അടുത്ത അങ്ങാടി. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ഡേ ആൻഡ് ദെൻ ബൈ ബൈ.